ഹലോടാ, എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. എൻ്റെ ബ്രദറിനെ ഞാൻ കണ്ണച്ചേട്ടാന്നാണ് വിളിക്കുന്നത് കേട്ടോ. പണ്ട് തൊട്ടേ കുഞ്ഞിലെ അങ്ങനെ വിളിച്ച് ശീലിച്ചുകൊണ്ട് വീട്ടിൽ കണ്ണാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ണച്ചേട്ടാന്ന്. ഈ വീടിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ണച്ചേട്ടാ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ക്ലിയർ ചെയ്തതാണ്. നമ്മൾ കരുനാപ്പള്ളിയൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല ഒരു മഴ പെയ്തായിരുന്നു. നല്ലൊരു മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങ് വരെ മഴയായിരിക്കുമോ എന്ന് വിചാരിച്ച്. പക്ഷേ ഇല്ല കേട്ടോ, ആ ഒരു ടൈമിൽ കുറച്ച് നേരം മഴ പെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പായി. അങ്ങനെ നമ്മൾ ആര്യാസിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. പൊതുവേ ഞാൻ രാവിലെയൊക്കെ എഴുന്നേക്കുവാണ് എനിക്ക് വിശക്കും ഗൈസ്. അങ്ങനെ കുഴപ്പമുണ്ട്. ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അവർ രണ്ടുപേരും ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി മസാല ദോശയായിരുന്നു. ഗീ റോസ്റ്റ് നല്ലതായിരുന്നു. അവിടുത്തെ ഫുഡ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആര്യാസിലൊക്കെ ഒരുവിധം നല്ലതായിരുന്നു. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എത്തി. ഇപ്പോൾ സിഗ്നലിൽ ഇങ്ങനെ കിടക്കുവാണ്. താണ്ട ഗൈസ് ലുലു. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ തന്നെ ലുലു ഒക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ്, ഒരു ഹാപ്പിനെസ് ഒക്കെ വരും. ഈ ലുലുവിൻ്റെ അടുത്തൂടെയൊക്കെ പോകുമ്പോൾ ലുലു കാണുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ലുലു എന്നാണ് പർച്ചേസ് ചെയ്യാൻ കുറച്ച് ലുലുവിലെ ഷോപ്പിലൊക്കെ 2-3 അടുത്ത് കയറണം. അപ്പോൾ ലുലുവിലാണ് നമ്മൾ ഫസ്റ്റ് കയറുന്നത്. ഫസ്റ്റ് നമുക്ക് കണ്ണച്ചേട്ടന് വേണ്ടിയുള്ള ഡ്രസ്സല്ലേ എടുക്കേണ്ടത്. എൻഗേജ്മെൻറ്റ് പയ്യൻ കണ്ണച്ചേട്ടനാണല്ലോ. അപ്പോൾ അതാണ് ലുലുവിൽ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാമെന്നും പറഞ്ഞാണ് നമ്മൾ ലുലു കയറാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഷോപ്പിലോട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലുലുവിൻ്റെ പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നേക്കോ. കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാം. നേരെ നമ്മൾ ലുലുവിനകത്തുള്ള ഷോപ്പ് മാന്യവാറിലോട്ടാണ്. ഇതാണ് ഷോപ്പ് വന്നിട്ട്. ഇവിടോട്ട് പോകാൻ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് ലുലുവിൽ ഫസ്റ്റ് കയറിയത്. ഇവിടുന്ന് നമുക്ക് കണ്ണച്ചേട്ടനുള്ള എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കയറി നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷോപ്പിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. കണ്ണച്ചേട്ടൻ എൻഗേജ് ചെയ്യാൻ പോകുന്ന കുട്ടിയുടെ ഡ്രസ്സിന് മാച്ചായി പോകുന്ന ഒരു കളർ ഷെയ്ഡാണ് നമ്മൾ നോക്കുന്നത്. അപ്പം എനിക്കിങ്ങനെ ഓവർകോട്ട് വരുന്ന ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഓവർകോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഓരോ ഡ്രസ്സ് നോക്കുവാണ് ഏതൊക്കെയാണ് മാച്ചിങ് ആയിട്ട് പോകുന്നതെന്നൊക്കെ. കൊള്ളാം. ഈ വീഡിയോ കാണുന്ന കളറേ അല്ല ഡ്രസ്സിന്, പക്ഷെ ഡ്രസ്സിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് വീഡിയോയിൽ ശരിക്കും അറിയുന്നില്ല. ഈ ഡ്രസ്സ് നേരിട്ട് കാണാനാണ് അതിൻ്റെ ഭംഗി. നോക്കിയിട്ടുണ്ട്, ഇട്ട് നോക്കുകയാണ്. ഇനിയിപ്പോൾ ഷൂസ് സെലക്ട് ചെയ്യുകയാണ്. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുമായിരുന്നു ഗൈസ്, വീഡിയോയിൽ കാണുന്നവരല്ല നേരിട്ട് കാണാൻ നല്ലതാണെന്ന്. ആ കൊച്ചിനും അത് തന്നെ പറയുന്നത്, കാണാനടി രസം എന്ന്. അപ്പം കുർത്തിക്ക് മാച്ചിങ് ആയ ഒരു ഷൂ നമ്മളിവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒരുപാട് ഇട്ട് നോക്കി, ഒരു 5-6 ഷൂ എങ്കിലും ട്രയൽ ചെയ്ത് നോക്കിക്കാണും ഇപ്പം തന്നെ. അപ്പോൾ ഏതാണ്, കാരണം പാൻസ് വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് തന്നെ ഷൂ വരുന്നതൊരു ലുക്കില്ല. അപ്പം ഫൈനലി നമ്മളത് തന്നെ സെലക്ട് ചെയ്ത് ലാസ്റ്റ് കണ്ടത്. പിന്നെ ടോട്ടൽ എല്ലാം ബില്ല് ചെയ്ത് അവരങ്ങനെ നമുക്ക് തരുവാണ്. അപ്പോൾ താങ്ക് യു. നല്ലൊരു ചേട്ടനായിരുന്നു, നല്ല കസ്റ്റമർ സർവീസായിരുന്നു. നമ്മളങ്ങനെ എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് നേരെ ലൂയി ഫിലിപ്പിലോട്ട് വന്ന് പപ്പയ്ക്ക് കുറച്ച് ഷർട്ട് എടുക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് 3-4 ഷർട്ട് പപ്പയ്ക്ക് എടുത്ത് പപ്പ ട്രയൽ ചെയ്യാൻ നിന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് മിറർ സെൽഫി എടുത്ത് കളിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ നെക്സ്റ്റ് നമ്മൾ ലുലു സെലിബ്രേറ്റിലോട്ട് കയറി. അപ്പോൾ അടിപൊളി കുർത്തി, അതിന് നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ഉള്ള മുണ്ടും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ലുലു സെലിബ്രേറ്റ് വന്നപ്പോൾ കണ്ണച്ചേട്ടന് ഒരു ആഗ്രഹം, ഇത് കൊള്ളായിരുന്നു, ഇപ്പം ഇത് നോക്കണോ എന്നൊരു കൺഫ്യൂഷൻ, മറ്റേതാണോ ഇതാണോ നല്ല. അപ്പം ഞാൻ പറഞ്ഞല്ല, നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് തന്നെ ചെയ്യാം. ഇനി കല്യാണമൊക്കെ കഴിയുമ്പോൾ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, തലേന്നത്തൊക്കെ ഓരോ പ്രോഗ്രാമിന് അന്നേരം ഇടണമല്ലോ. അപ്പം തൽക്കാലത്തേക്ക് ഇപ്പം നമുക്ക് ഇത് വേണ്ട, അന്നേരത്തേക്ക് ഹെവി നോക്കാം, ഇപ്പം സിമ്പിൾ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ
ഇത് വേണ്ടെന്ന് വെച്ച്. പിന്നെ നമ്മൾ അവിടെ വന്നിട്ട് ഇത്രയും കുറച്ച് ടയേർഡായതുകൊണ്ട് ഒന്ന് ജ്യൂസൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആവാനായിട്ട് അവിടെ ഇരുന്നു. അപ്പം ഞാനിതാ സീതാഫലിൻ്റെ ജ്യൂസും ആണ്. പിന്നെ എനിക്ക് ഒരാഗ്രഹം മറ്റേ പാവ് ബജി കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ പാവ് ബജിയും സീതാഫൽ ജ്യൂസും കുടിച്ച്. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് അങ്ങനെ പെട്ടെന്ന് ഓരോ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റുഡിയോയിലോട്ട് കയറി. സ്റ്റുഡിയോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റുഡിയോ കയറണമെന്ന് വേളമായിരുന്നു. സ്റ്റുഡിയോ വെച്ച് ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. പെട്ടെന്നാണ് ഡ്രസ്സ് എടുത്തത്. അത് കാരണം കണ്ണച്ചേട്ടൻ അവിടെ ബില്ല് ചെയ്യാൻ നിൽക്കുവാണ്. നമ്മൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ. കാരണം അടുത്ത ഷോപ്പിലോട്ട് പോകാനുള്ളത് കൊണ്ട് പെട്ടെന്നാണ് ഷോപ്പ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് ഷോപ്പ് ചെയ്താണ് പോകുന്നത്. കാരണം നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് പോത്തീസിൽ പോകണമായിരുന്നു. ബാക്കി ഷോപ്പിംഗ് അവിടെ. അങ്ങനെ നമ്മുടെ ലുലു മോളിലെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് ഗൈസ്. കുഴപ്പമില്ല. അന്നെന്തോ പൊറോട്ട ഇതൊക്കെ കഴിച്ചേ. മീൽസ് നല്ലതാണെന്ന് മീൻ്റെ ഒക്കെ പടം ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. കാരണം ഓൾറെഡി ഇപ്പോൾ ഒരു 2 മണിയായി കാണും. KH ഹോട്ടലെന്ന് പറഞ്ഞാൽ ലുലുവിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. കേരള ഹോട്ടൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അവിടെ കയറിയപ്പം ഊണെല്ലാം കഴിഞ്ഞു. പിന്നെ പൊതിച്ചോറ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചു. നെക്സ്റ്റ് ഹോട്ടലിൽ പോയി ഇമ്പീരിയർ കിച്ചണിലാണ് നമ്മൾ നെക്സ്റ്റ് കയറിയത്. അവിടെ നല്ല ഫ്രഷ് ലൈം ജ്യൂസ് കുടിച്ച് നല്ല റിഫ്രഷിങ് ആയിട്ടൊരു ജ്യൂസായിരുന്നു. ഞാൻ മിക്കയിടത്ത് പോകുമ്പോഴും ലൈം ജ്യൂസ് ഓർഡർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തോളൂ. കാരണം പിന്നെ ആവോലി ഫ്രൈയും ഒരു മീൽസും പപ്പ പറഞ്ഞത്. കാരണം ചിക്കൻ ബിരിയാണി ഞങ്ങൾ ഹാഫ് എടുത്ത്. ഞങ്ങൾ ഒത്തിരി കഴിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് നല്ല വെയിലുണ്ട് ഗൈസ്. അതിനുശേഷം നമ്മൾ നേരെ പോത്തീസിൽ ചെന്നിട്ട് കണ്ണച്ചൻ ഓണത്തിന് വേണ്ടി തിരുവോണത്തിനിടാനുള്ള കുർത്തീസൊക്കെ ട്രയൽ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം ഞാൻ പറഞ്ഞാൽ അത് കൊള്ളാം, എങ്കിലും ഈ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിട്ട് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ എന്ന് വെച്ചു. അങ്ങനെ നിറയെ കുർത്തിയുണ്ട്. ഹ്യൂജ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ചൈനീസ് കോളിൻ്റെ കുർത്തിയുടെ കളക്ഷൻ അമ്മാതിരി കളക്ഷൻ അവിടെ. നെക്സ്റ്റ് നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷന് വന്നേക്കും എൻഗേജ്മെൻറ്റിന് വേണ്ടി. ഗൈസ്, ഈ ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ ഇത് കറക്റ്റ് ആണെങ്കിലും തൊട്ട് വലിയ സൈസ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു വലിയ സൈസ് എടുക്കാൻ വേണ്ടി പോയേക്കുവാണിപ്പം. ഇതങ്ങനെ ഉണ്ട് ഗൈസ്, കൊള്ളാമോ? ഇത് ഫ്ലാറ്റ് മോഡലാണ്. ഇങ്ങനത്തെ ടൈപ്പ്. പക്ഷെ നൈസാണ്. ഹീൽസ് യൂസ് ഇഷ്ടമല്ലാത്തവർക്ക് കംഫർട്ടബിളായിട്ട് ഇങ്ങനത്തെ ഫാൻസി മോഡൽ യൂസ് ചെയ്യും. പിന്നെ ഇതും കൊള്ളായിരുന്നു. ഞാനിതിൻ്റെ വലിയ സൈസ് അവരോട് പറഞ്ഞെടുത്തതാണ്. നല്ല ഹീൽസ് ഉണ്ട് അതിന്. പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട, ഇതിൻ്റെ വലുത് കിട്ടില്ല. അപ്പം നമ്മളത് തന്നെ ഫൈനൽ ചെയ്തു. പിന്നെ നമ്മൾ നേരെ ജയലക്ഷ്മിയിലോട്ട് വന്ന് ഇതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ട്രയൽ ചെയ്ത് അപ്പം തന്നെ ഓക്കെ ആക്കി. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞു. വളരെ ഫാസ്റ്റായിട്ടായിരുന്നു ഇന്നത്തെ എല്ലാ ഷോപ്പിങ്ങും. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്ട് സിഗ്നലിലോ ബ്ലോക്കിലോ കിടക്കുവാണ്. ട്രിവാൻഡ്രത്തു നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഹോട്ടൽ അൽസാജ് കയറി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂട് നൂൽ പൊറോട്ട, അപ്പം, ഡ്രാഗൺ ചിക്കൻ, അരി ഒറോട്ടി, മട്ടൻ കറി, മൊജീറ്റോ. ഡെസേർട്ടായിട്ട് നമ്മൾ ബ്രൗണി വിത്ത് ഐസ്ക്രീമാണ് കഴിച്ചത്. എല്ലാ ഫുഡും നല്ലതായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. താണ്ട വലിയൊരു ഹ്യൂജ് ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മളെത്തി ഗൈസ്. താണ്ട നോക്കി, ഇത്രയും സാധനം നമ്മുടെ ട്രിവാൻഡ്രം എൻഗേജ്മെൻറ്റും ഓണത്തിനും എല്ലാം കൂടെ എടുത്തൊരു വലിയ ഷോപ്പിംഗ് ആയിരുന്നു.